ബസ്സിൽ യുവതി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇന്ന് വിധി പ്രഖ്യാപനം. ഉച്ചയ്ക്ക് 2 മണിയോടെ ആയിരിക്കും ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുക. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. അതേസമയം യുവാവിന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും കോടതിയിൽ നിന്നും ഇറങ്ങുന്ന യുവാവിന് വേണ്ടി പൂമാലയിട്ട് സ്വീകരിക്കണം. ലഡ്ഡു, ചുവന്ന ലഡ്ഡു തന്നെ ആയിക്കോട്ടെ. ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകം ലഡ്ഡു വേണം കേട്ടോ. ബൊക്കയൊക്കെ വേണം. വൈകുന്നേരം നമുക്ക് ടൗൺ ഹാളിൽ ആദരിക്കാം. ശരി. ഒരു ക്രിമിനലിനെ മാലയിട്ട് സ്വീകരിക്കാൻ തോന്നിയ അച്ഛന്റെ മനസ്സ് സമ്മതിച്ചു വന്നിരിക്കുന്നു. നീ ഇപ്പൊ അവളുടെ പക്ഷത്താണോ? ഞാൻ അച്ഛന്റെ അമ്മയുടെ ആരെയും പക്ഷത്തല്ല, ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്താ. ന്യായവും നീതിയൊക്കെ ഉണ്ടല്ലോ, അത് കോടതി പറയല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ പാവപ്പെട്ട ഒരാളെ പിടിച്ച് ക്രിമിനലാക്കണേ? അല്ല, കോടതി പറയുന്നതിന് മുമ്പേ അച്ഛൻ തീരുമാനിച്ചു അയാൾ പാവപ്പെട്ട ആളാണോ? അതിപ്പോ പ്രത്യേകിച്ച് കോടതി പറയേണ്ട ആവശ്യമൊന്നുമില്ല. സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല അയാൾ പാവമെന്ന്. ഇത് തന്നെ അമ്മയും പറയുന്നു. അച്ഛനോട് തർക്കിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്റെ കാര്യം നോക്കി പോവാ. വിവരമില്ലാത്തത് നിന്റെ അമ്മ പലതും പറയും, അത് കേട്ട് നടക്കാൻ ഒരു മോളും. മെഡിക്കൽ കോളേജിനെതിരെ അതീവ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണം. കൊള്ളാല്ലേ, കുഴപ്പമില്ല, ഇത് വെച്ച് പിടിക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനാണ്. എന്താന്ന് വെച്ചാല് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എടി മോളെ, നിനക്കിന്ന് ഉദ്ഘാടനമൊന്നുമില്ലേ? ഇല്ല, ഞാനാണെങ്കിൽ ബ്രേക്ക് എടുത്ത് ഈ മാസത്തെ എല്ലാം ഉദ്ഘാടനം അടുത്ത മാസത്തേക്ക് മാറ്റി. ഫീൽഡ് ഔട്ട് ആയി പോകൂടി മോളെ. അങ്ങനെ വല്ല ഫീൽഡ് ഔട്ട് ആയാലേ അമ്മ നല്ല കണ്ടന്റ് തന്നാ മതി. കണ്ടന്റ്, നല്ല കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്നൊരു അടിപൊളി കണ്ടന്റ് ഉണ്ട്, തരട്ടെ? എനിക്കാണെങ്കിൽ ഇന്ന് റെസ്റ്റ് ഡേയാ, പക്ഷെ കുഴപ്പമില്ല. അമ്മയുടെ കണ്ടന്റ് കേൾക്കട്ടെ. കണ്ടന്റ് എന്ന് പറയുമ്പോ ഇന്ന് വൈകിട്ട് ടൗണിൽ വെച്ച് ഞങ്ങളുടെ ഒരു സമ്മേളനമുണ്ട്. നീ അതൊന്ന് ഷൂട്ട് ചെയ്ത് ഈ അമ്മേനെ ഒന്ന് വൈറലാക്കി തരണം. ഷൂട്ട് ചെയ്യണം. അമ്മയ്ക്ക് എങ്ങനെ എന്നോട് പറയാൻ തോന്നുന്നമ്മേ? ഒന്നുമില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 4.5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ അല്ലേ ഞാൻ? ആണല്ലോ, അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. സി മിസ്റ്റർ അമ്മ, അമ്മയുടെ ഇതുപോലുള്ള പൊളിറ്റിക്സ് റാലിയും അതുപോലെ ചീപ്പ് സ്റ്റാൻഡറും എനിക്ക് താല്പര്യമല്ല. പബ്ലിസിറ്റി സ്റ്റഡ്. സി മിസ്റ്റർ മോളു, എന്റെയും നിന്റെ അച്ഛന്റെയും വഴക്ക് ഷൂട്ട് ചെയ്താണ് നീ വൈറലായത്, അത് മറക്കരുത്. പക്ഷെ അമ്മ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം, എന്നാലേ മാർക്കറ്റ് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇനി അമ്മയുടെ ഈ പരിപാടികൾ ചെയ്താൽ ഞാൻ അമ്മയുടെ PR ആന്ന് എല്ലാവരും പറയും. അതെ, ഒരു മോൾ അമ്മയുടെ PR ആയെന്ന് വെച്ച് ഒരു കുഴപ്പവും ഇല്ല. നീ എന്റെ വയറ്റിൽ 10 മാസം കിടന്നതാ. അപ്പൊ നിന്റെ PR വർക്ക് ഞാനാ ചെയ്ത്. 1 മാസമായി, 2 മാസമായി, 5 മാസം കുഞ്ഞിന് പ്രായമായി, വയറ്റിലായി, ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞ് ഞാനല്ലേ PR ചെയ്തോണ്ടിരുന്നത്. എന്നാലും അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൂടെ പറ്റത്തൊന്നുമില്ല. വരുന്നില്ലേ, വരണ്ട. പിന്നെ നിന്റെ കയ്യിൽ സാരി വല്ലതും ഉണ്ടോ കൊടുക്കാൻ? നല്ലത് എല്ലാം ഉടുത്തുടുത്ത് അങ്ങ് ചീത്തയായി. ഇപ്പൊ ഒറ്റ എണ്ണമില്ല പുറത്തേക്ക് എടുത്തോണ്ട് പോകാൻ പറ്റിയത്. ഒന്ന് എന്റെ ഈ സാരി ഇല്ല. എന്റെ പൊന്നമ്മ, അമ്മ ഈ സാരി എന്നൊക്കെ ഒന്ന് മാറി വല്ല ചുരിദാറൊക്കെ ഇട്ടോണ്ട് പോകും. കുറച്ച് ഫ്രീക്ക് ആവും, രസല്ലേ? എവിടുന്ന് ഒരു പഞ്ചായത്ത് മെമ്പറായ ഞാൻ ഇനി ചുരിദാർ ഇടാനോ? എന്തേ, പഞ്ചായത്ത് മെമ്പറിന് ചുരിദാർ ഇടാൻ പറ്റത്തില്ലേ? ഇട്ട് നോക്ക്, കിടിലനായിരിക്കും. എന്നൊന്ന് നോക്കല്ലേ. അപ്പൊ ഗൈസ്, ഞാൻ പറയാൻ വന്നത്, ശരിയാവുന്നില്ല, ഈ ഫ്രെയിം കൊള്ളത്തില്ല, വെറുതെ അല്ല എല്ലാം തെറ്റിപ്പോന്നെ. അപ്പുറത്തെ ഫ്രെയിം പിടിക്കാം. അപ്പൊ ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു വിശേഷം പറയാനാട്ടോ. മാർച്ച് 6-ാം തീയതി ഞാൻ കുമുകഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചാല്, അവിടെ ഒരു കോളേജിന്റെ ഇനോഗ്രേഷൻ ആണ്. കോളേജിന്റെ പേര് സെന്റ് അലോഷ്യസ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജാണ്. ആ നാക്കൊന്ന് ഇടയ്ക്ക് പഠിച്ചാ മതി, ആ കൊടുക്കൂല. സിവിക് സെൻസ് ഇല്ലാത്തവൻ. അല്ല, കൊറേ നാളായാലോ കണ്ടിട്ട്. ഇത് എവിടായിരുന്നു? ഞാനേ എന്റെ പേര് ഗസറ്റ് ലെറ്റർ കൊടുത്തിട്ട് ഒന്ന് മാറ്റാനുള്ള ഓട്ടത്തിലായിരുന്നു. ഓ, സുജിത്ത് അല്ലല്ലോ, സൂര്യജിത്ത് അല്ലേ? സൂര്യജിത്ത് സുകുമാർ. ഞാൻ അറിയാമല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വല്ല പണിക്കും പൊക്കൂടെ? റാണി എന്ത് പണി ഉദ്ദേശിച്ചേ? ഇങ്ങനെ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാതെ വല്ല ജോലിക്കും പൊക്കൂടെ? റാണിക്കൊരു കാര്യം അറിയോ? എന്താണാവോ? കേരളത്തിലെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. എന്നെപ്പോലുള്ള എത്ര സാധാരണ ജനങ്ങളാണെന്നറിയോ തൊഴിലില്ലായ്മ വരാനുള്ള ബുദ്ധിമുട്ടാണ്. അതെ,
തൊഴിൽ അങ്ങോട്ട് പോയി അന്വേഷിച്ചാലേ കിട്ടൂ, അല്ല വീട്ടിൽ കൊണ്ടുവന്ന് ആരും തരത്തില്ല. കുറച്ച് ഫോളോവേഴ്സ് കൂടിയെന്ന് പറഞ്ഞിട്ടേ അത് കണ്ടന്റ് വിട്ട് ജീവിക്കുന്ന തന്നെ പോലുള്ള ആൾക്കാർക്കും ഞങ്ങളെ പോലെ സാധാരണ ആൾക്കാരുടെ പൾസ് അറിയില്ല. ഓക്കെ റാണിമോളെ Coming close to you, got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of stitches coming more and more. Check it. എങ്ങനെയുണ്ടടി? അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ കണ്ട എന്റെ ചേച്ചിയാന്ന് പറയത്തുള്ളൂ. ചേച്ചിയോ? അപ്പൊ അനിയത്തിയാന്ന് പറയത്തില്ലേ? അയ്യ, മെമ്പറിന്റെ ഒരു മനസ്സിലിട്ട് നോക്കണേ. ഓച്ചോടുന്നു കുശുമ്പി. നീ എന്നോട് ഇങ്ങനെ വായും പിടിച്ച് നോക്കിയിരിക്കുന്നു? അല്ല, മെമ്പർ ആദ്യമായിട്ടില്ല ഈ ലുക്കില്. ആ, ഇനി ഇങ്ങനത്തെ പല ലുക്കിലും കാണാനിരിക്കുന്നതേ ഉള്ളൂ. അല്ല, മെമ്പർ പഞ്ചായത്തോട്ടാണ്? അല്ലടാ, 10 വാഴവിത്ത് മേടിച്ച് നിന്റെ അച്ഛന് കൊണ്ടോ കൊടുക്കാനായിട്ട്. നിന്നെ കൊണ്ടോ അങ്ങേർക്ക് പ്രയോജനമില്ല. 10 വാഴയെങ്കിലും വെച്ച് അങ്ങേര് നന്നാകട്ടടാ. എന്റെ ചോദ്യം കിട്ടില്ല, പഞ്ചായത്തിലേക്കാണോ? മതിയായല്ലോ, വയറ് നിറച്ച് കിട്ടിയല്ലോ, ഒന്ന് പൊക്കൂടെ, ചുമ്മാ മെനക്കെടുത്താൻ വേണ്ടി. ഐഡിയ. 100 1000 തലവരകളിൽ തളച്ചിട്ടാലും തിളയ്ക്കുന്ന രക്തം ഒഴുകുക തന്നെ ചെയ്യും. പ്രതിപക്ഷ കൊടുങ്കാറ്റ് ആടികുലയാത്ത ഒരു വൻമരമാണ് എന്റെ പാർട്ടി. ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ, കൊല്ലും പക്ഷെ തോൽപ്പിക്കാനാവില്ല. കൊല്ലും പക്ഷെ തോൽപ്പിക്കാനാവില്ല. കൊല്ലും പക്ഷെ തോൽപ്പിക്കാനാവില്ല. അത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനേ. ആശ അവിടെ എന്തെടുക്കുക? ചേട്ടാ, എനിക്ക് നാളെ പാർട്ടി ഒരു സമ്മേളനം ഉണ്ട്. അപ്പൊ അതിനുണ്ടല്ലോ ഒരു പ്രസംഗം കൊണ്ട് തട്ടിക്കൂട്ടുക. എന്റെ പൊന്നാശാനെ, ഇതിനെക്കാട്ടി വലിയൊരു സംഭവം കൊണ്ടാ ഞാൻ വന്നേക്കണ്. എന്ത് സംഭവം? നമ്മുടെ മെമ്പറില്ലേ, മെമ്പർ നേരെ പഞ്ചായത്തിലോട്ട് പോയിട്ടുണ്ട്. അതിന് മെമ്പർ സാരി ഉടുക്കാണ്ട് ചുരിദാർ ഇട്ടിട്ടാ പോയേക്കണ്. ചുരിദാർ ഇട്ടിട്ടാ? ആ, അവള് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചുരിദാർ ഇട്ടത് ഞാൻ കണ്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങേര് ഞാൻ നൊസ്റ്റാൾജി അടിക്കാനല്ല പറഞ്ഞത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പ്രതിഷേധിക്കണം ആശ, അതിനെ പ്രതിഷേധിക്കണം. എന്തിനെ പ്രതിഷേധിക്കണം? എന്റെ പൊന്നാശാനെ, ഒരു സർക്കാർ സ്ഥാപനത്തില് ഒരു പൊതുപ്രവർത്തക ചുരിദാറിട്ട് പോകുന്ന ഒരു തെറ്റായ പ്രവണതയല്ലേ? അതിലെന്താ തെറ്റ്? അത് തെറ്റല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് എടുക്കണം. എന്നാലല്ലേ ജനങ്ങളുടെ ഇടയിൽ പ്രതിപക്ഷം ഉണ്ടെന്ന് അവർക്ക് അറിയുള്ളൂ. നമുക്കൊരു പണിയാവോ അത്? നമുക്ക് എന്ത് പണി? എന്നൊരു കാര്യം ചെയ്യുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകരെയൊക്കെ വിളിച്ചിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് പ്രതിഷേധിച്ചാലാ? നല്ല കാര്യം. പോരാ. ഇവിടെ കൊഴുക്കട്ടെ. അതെ നോക്കാം. അപ്പൊ ഞാൻ പോട്ടെ. വിട്ടോ. വല്ലാത്ത സുഖക്കേട് തന്നെ കാണിച്ചാ കൊടുക്കാം. എടാ വാസവാ, ഇറങ്ങി വാട ഇങ്ങോട്ട്. ഇന്നുണ്ടല്ലോ തന്നെ ഞാനിന്ന് ശരിയാക്കും. ഓഹോ, അത്രക്കായോ? എന്താ അമ്മ, എന്താ പ്രശ്നം? വിളിക്കണേ എന്റെ തന്തേ. അമ്മ കാര്യം പറ. ഞാൻ ചുരിദാറിട്ടതേ അങ്ങേർക്ക് പിടിച്ചില്ലെന്ന്. പിടിച്ചില്ലെന്ന് വെച്ചാ? ഇയാള് വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും. ഞാൻ ചുരിദാറിട്ടുണ്ട് എന്നു പറഞ്ഞോണ്ട് ഇയാളുടെ പാർട്ടിക്കാര് പഞ്ചായത്തിന്റെ മുന്നിൽ ഭയങ്കര പ്രതിഷേധം. എന്നെ അങ്ങോട്ട് കയറ്റിയില്ലടി. ഇറങ്ങി വന്നല്ലോ കപട പുരോഗമനവാദി. ഞാൻ ചുരിദാറിട്ടെന്ന് പറഞ്ഞോണ്ട് തനിക്കതാണ് കുഴപ്പം? അച്ഛ, എന്താ ഇതൊക്കെ? എന്റെ മോളെ, സർക്കാർ സ്ഥാപനത്തിൽ പാലിക്കേണ്ടതായ പല രീതികളും ഉണ്ട്. അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ ആരെന്ത് ചെയ്താലും ഞാനും എന്റെ പാർട്ടിയും പ്രതികരിക്കും. ബെസ്റ്റ്. ഒരു പുരോഗമന പാർട്ടിയുടെ നേതാവ് പറയുന്ന വർത്തമാനം കേട്ടില്ലേ? നാണം ഉണ്ടോടോ തനിക്ക്? പുരോഗമനം വേറെ, മര്യാദ വേറെ. എനിക്കല്പം മര്യാദ ഉള്ളതുകൊണ്ടാ താൻ ഇങ്ങനെ നിലഭീമം പോലെ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ കാണായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കാൻ നമുക്കിത് സമാധാനത്തോടെ തീർക്കാം. ഒരു സമാധാനവും ഇല്ല. ഇതിനെതിരെ ഞാൻ ഇയാളുടെ പാർട്ടിക്ക് വരെ കാണിക്കാൻ പോകുന്ന എന്താന്ന് നോക്കിയിരുന്ന് കണ്ടോ. ഞാൻ ഇനി എന്നും ചുരിദാറിട്ടുണ്ടാ പഞ്ചായത്തിൽ പോകാൻ പോകുന്നത്. അപ്പോഴോ നീ എന്നാ പഞ്ചായത്തിന്റെ ഓഫീസിന്റെ പടി കണ്ടത് തന്നെ. ഞാനും എന്റെ പാർട്ടിക്കാരും ശക്തമായി പ്രതികരിക്കും. താൻ പ്രതികരിക്കണോ? എനിക്കെന്താ? ആരാ ജയിക്കാൻ പോകുന്നേ നമുക്ക് കാണാം. കാണാം. മാറങ്ങോട്ട്. കാനാലി ഉന്തി കൊല്ലണം. കഷ്ടം തന്നെ രണ്ടുപേരും. ഇവളെ ഞാൻ ആ മെമ്പർ സ്ഥാനത്ത് നിന്ന് ഇറക്കുമ്പടി മെമ്പർ ദേവകി